ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുഡ് മസ്തി ആൻഡ് ട്രാവൽ. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു റിസോർട്ടിനെ കുറിച്ചാണ്. ഈ റിസോർട്ട് കാലിക്കറ്റിൽ നിന്ന് 40 കിലോമീറ്റേഴ്സ് മാറിയിട്ടുള്ള ജാതിക റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ആണ്. ആ റിസോർട്ടിലുള്ള ഞങ്ങൾ ആക്ച്വലി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് വിഷ്വൽസാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്, റൂംസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും വിശാലമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ മ്യൂസിക്, ഇവിടുത്തെ ഒരു വൈബ്. ഗായ്സ്, ഞാൻ കോഴിക്കോട് നിന്നാണ് ആക്ച്വലി റിസോർട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ റൂട്ടൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മളിങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഏകദേശം 46 കിലോമീറ്ററാണ് ജാതിക റിസോർട്ടിലേക്ക് വരുന്നത്. നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി അല്ലെങ്കിൽ കുന്നമംഗലം റൂട്ടിലാണ് ഇത് പോകേണ്ടത്. താമരശ്ശേരിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മുക്കത്ത് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. മുക്ക NIT ആണ് നമ്മൾ ടാർഗറ്റ്. NIT ത്രൂ ആണ് ഇങ്ങോട്ടേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ കുന്നമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് NITയിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ അവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 25 കിലോമീറ്ററോളം പോയാലേ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ജാതിക റിസോർട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ NIT എത്തിക്കഴിഞ്ഞാൽ NITയിൽ നിന്ന് കൃത്യം 24 അല്ലെങ്കിൽ 23 കിലോമീറ്റർ ഉണ്ടാവും ജാതിക റിസോർട്ടിലേക്ക്. നമ്മുടെ കോഴിക്കോട് നിന്ന് നമ്മൾ ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പം ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ ഒരു 1 നൈറ്റ് സ്റ്റേ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ സിറ്റീൻ്റെ തിരക്കുന്ന് മാറി നിൽക്കാൻ ബെസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മുന്നേ പിന്നെ കുറച്ച് കയറ്റാണ് അവിടെ, ഒരു ഹെയർ പിൻ വളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്താ പറയുക, അത്യാവശ്യം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ത്രില്ല് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ഒരു ഫീലിലാണ് ആ റോഡുള്ളത്. റോഡിൻ്റെ കണ്ടീഷനൊക്കെ ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാ എന്താ പറയുക വഴികളായാലും ശരി ഒക്കെ വളരെ നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ കുറേ എയർപിൻ പോലെ വളവും തിരിവൊക്കെ ഉണ്ടാവും. അപ്പം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു എന്താ പറയുക ഒരു ത്രില്ലിങ് ഒരു ഡ്രൈവിംഗ് കൂടെ ആയിരിക്കും ഇതിന്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കിടക്കുന്നത്. നമ്മളങ്ങനെ ജാതിക റിസോർട്ടിൻ്റെ ബോർഡ് കണ്ടു. ഇവിടുന്ന് 2 കിലോമീറ്റർ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതുവരെ നമുക്ക് ആക്ച്വലി ബസ് ആക്സസ് ഉണ്ട്. KSRTC ബസ് കോഴിക്കോട് നിന്ന് ഇതുവരെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അവർ പിക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് പറഞ്ഞത്. വണ്ടി ഇല്ലാതെ വരുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഗായ്സ്, ഈ വഴി കുറച്ച് ഓഫ് റോഡ് വഴിയാണ്. ഇതാണ് റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഓഫ് റോഡൊന്നുമില്ല, എല്ലാ വണ്ടിയും പോവും, ഓൾട്ടോ വരെ പോകുന്നുണ്ട്. പക്ഷേ ഇതാണ് കുറച്ച് എന്താ പറയുക നല്ല പ്രോപ്പർ ടാറിങ് അല്ലാത്ത റോഡ്. അപ്പോൾ കുറച്ച് 6 ഒക്കെ ആക്കിയിട്ടാണ് പോകേണ്ടത്. ഏകദേശം 1/2 കിലോമീറ്റർ ഞാൻ ഈ പറഞ്ഞ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജാതിക റിസോർട്ടിൻ്റെ എൻട്രൻസ് ഗേറ്റിലെത്തി. അപ്പം നമ്മൾ ഇന്ന് രാത്രി ജാതിക റിസോർട്ടിലാണ് നമ്മുടെ സ്റ്റേ. പിന്നെ ജാതിക റിസോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇവിടുത്തെ വന്ന് കയറിയ ഫസ്റ്റ് കാണുന്ന, നമ്മൾ പാർക്ക് ചെയ്താൽ കാണുന്ന വ്യൂ. പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകളാണ് മെയിൻ വ്യൂ, പിന്നെ പച്ചപ്പും ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ള കോട്ടേജസും പിന്നെ കുറച്ച് റൂമുകളുമാണ് അവർക്ക് അവിടെ ഉള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു 4 കോട്ടേജസ് ഉണ്ട് അവിടെ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ബെഡ്റൂം കോട്ടേജസ് ആണ്. നമുക്ക് 2 ഫാമിലി വന്നാലൊക്കെ താമസിക്കാൻ പറ്റുന്ന 2 ബെഡ്റൂം കോട്ടേജസും അതിന് പുറമെ ഇൻഡിവിജ്വൽ റൂംസും ഉണ്ട്. ഇൻഡിവിജ്വൽ റൂംസിൻ്റെ മുന്നിൽ ഒരു വലിയൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും ചില പാർട്ടീസൊക്കെ നടക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായ പ്ലേസാണ്. കിട്ടില്ലം ഗ്രീനറി. ബാക്കിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലമുള്ളത്. ഇങ്ങോട്ടേക്ക് മൊത്തം ഒരു പ്രകൃതി രമണീയമായ ഭയങ്കര സൈലൻ്റായി പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നിങ്ങളിവിടെ വരുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഇതെൻ്റെ ജസ്റ്റ് ബേസിക് അഭിപ്രായം മാത്രമാണ്. ഞാൻ പ്രൊമോഷണൽ വീഡിയോ ഒന്നും ചെയ്യാൻ മാത്രം വളർന്നിട്ടില്ല. അപ്പം ഇത് ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കൺവേ ആണ്, ജെനുവിൻ ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. എന്താ സൈലൻസ്, ആ ഒരു ചെറിയ ഒച്ച മാത്രം കേൾക്കുന്നുണ്ടല്ലേ. മറ്റേ ചീവീടിൻ്റെ മൊത്തം സൈലൻസാണ്. അങ്ങോട്ടേക്ക് നോക്കി എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. ഭയങ്കര പച്ചപ്പാണ്.
ഒരു രക്ഷയില്ലാത്ത പച്ചപ്പാണ് അവിടെ മൊത്തത്തിൽ. ഗ്രീനറി കൊണ്ട് എന്താ പറയുക, വാരിക്കോരി ഉള്ളൊരു പ്ലേസാണ് ഈ മുളേൻ്റെ ഈ ഏരിയയിൽ. നല്ല തണുപ്പാട്ടോ അവിടെ, ചൂടാണെന്ന് പ്രതീക്ഷിക്കേണ്ട. നട്ടുച്ചയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, എന്നാലും നല്ല തണുത്തൊരു ബ്രീസ് കാറ്റാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നൈസ് പ്ലേസാണത്, സൂപ്പർ റിലാക്സിങ്. ഞാൻ ഇവിടെ ആക്ച്വലി ഒറ്റയ്ക്ക് നടക്കുകയാണ്, ഫ്രണ്ട്സൊക്കെ എത്തുന്നേ ഉള്ളൂ. ഞാൻ അതിന് മുന്നേ ഈ ഒരു സമയത്ത് മൊത്തമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആക്ച്വലി. നല്ല ഒരു പ്ലസൻറ്റ് ഫീലാണ്. ഒന്നാമത് ഫ്രഷ് എയർ, അത് പറയാനില്ല, നല്ല എയർ. അപ്പം അതിൻ്റെ ഒരു സുഖം വേറെ. അതിൻ്റെ പുറമെ നല്ല തണുത്ത കാറ്റ്, പിന്നെ ഫുൾ പച്ചപ്പ്, ചുറ്റും നോക്കിയാൽ വേണ്ട, ഗ്രീനറി കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ അവരെ സ്ട്രക്ചറും അവർ ചെയ്തതൊക്കെ, റൂംസൊക്കെ സൂപ്പർ ലക്ഷറി റൂംസാണ്, നല്ല അടിപൊളി. ഞാൻ റൂംസിൻ്റെ വീഡിയോസ് കാണിച്ചിരുന്നുണ്ട് വീഡിയോയിൽ. എന്താ പറയുക, മെയിൻറ്റെയിൻഡ് ആണ്, ക്ലീനാണ്, ഒരു ടെൻഷനും വേണ്ട. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ തവണ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ന്യൂ ഇയർ ഞാൻ ഇവിടെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പം 2024 ന്യൂ ഇയറിനാണ് ഇപ്പം വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം വരാനുള്ള കാരണം അതുതന്നെയാണ്, നല്ല അടിപൊളി സർവീസാണ്. അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ ഗുണഗണങ്ങൾ കാരണമാണ് നമ്മൾ വീണ്ടും വരുന്നത്. ഈ തവണ ആ സർവീസൊക്കെ പ്രതീക്ഷിക്കുന്നു, കാരണം ഞാൻ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇന്നത്തെ ന്യൂ ഇയർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബാക്കി പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴത്തേക്ക് നോക്കുന്ന വല്ല പാമ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അറിയില്ലല്ലോ, പാമ്പിട്ടുണ്ടെങ്കിലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. രാവിലെയൊക്കെ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടി കുറേ സ്ഥലമുണ്ട്. അതൊക്കെ പ്രോപ്പർ റോഡ് പോലെ പറഞ്ഞാൽ പാത്തുണ്ട് നടക്കാനുള്ള, കാട്ടിൽ കൂടി നടക്കണ്ട. നല്ല രസത്തിൽ ഇങ്ങനെ പോയിട്ട് വരാം. വെരി നൈസ്. മോശമില്ലാത്തൊരു സ്ഥലമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ചാർജ് ചെയ്യുന്നത് റീസണബിളാണ്. ടൈം ടു ടൈം മാറും. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കൂടുതലാണ്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബഡ്ജറ്റഡ് തന്നെയാണ്. ഒരു 3 to 4K റേഞ്ചൊക്കെയാണ് അവരെ ചാർജ്. അപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിടൂ. പോയവരുണ്ടെങ്കിൽ, പോവാത്തവരുണ്ടെങ്കിൽ പോകൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ. അപ്പം ഞാൻ വീഡിയോ പരിപാടികളൊക്കെ മാക്സിമം പെട്ടെന്ന് കഴിപ്പിച്ചിട്ട് വേണം പിന്നുള്ള കലാപരിപാടികളിലേക്ക് കിടക്കാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വരുന്നതിന് മുന്നേ വേഗം ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കിതയ്ക്കുന്നത്. നടക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് ശീലമില്ലാത്ത മനുഷ്യനാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എത്തി. കുട്ടികൾ ചാട്ടം തുടങ്ങി കട്ടിൽ ആസ് യൂഷ്വൽ. അവർ സൂപ്പർ ഹാപ്പിയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പം. അപ്പോൾ സന്ധ്യ മയങ്ങി, ഇനി നമ്മുടെ കലാപരിപാടികളാണ്. അപ്പം ഞാനത് ക്വിക്കായിട്ട് പെട്ടെന്ന് കാണിച്ചിട്ട് പോകാം, കാരണം നിങ്ങൾക്കത് ബോറടിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ മ്യൂസിക്, ഇവിടുത്തെ ഒരു വൈബ്. അല്ലല്ല, ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇന്നലെ വിജയകരമായി പൂർത്തിയായി. ജാതിക റിസോർട്ടിൽ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു, ഫെസിലിറ്റീസൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ നാടല്ലേ, കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അല്ലറ ചില്ലറ ഇഷ്യൂസ് എന്ത് ചെയ്യാനാ, കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ സഹജമാണ്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും അവസാനിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. 11 o'clock ചെക്കൗട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം 2024. എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമായി മാറട്ടെ 2024 എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ, സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.